കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് ദാവീദും മല്ലനായ ഗോലിയാത്തും. പണ്ടങ്ങ് ഇസ്രായേലിൽ ഇശായി എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ഇശായിക്ക് 8 മക്കളായിരുന്നു. അതിൽ 8ാമനും സുന്ദരക്കുട്ടനുമായിരുന്നു നമ്മുടെ ദാവീദ്. തൻ്റെ സഹോദരന്മാർ രാജാവായ ശൗലിൻ്റെ കൊട്ടാരത്തിൽ പടയാളികളായിരുന്നപ്പോൾ ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് പോന്നു. ദൈവകൃപ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നാൾ ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ നേരെ പടനിരന്നു. അവരുടെ മുൻപിൽ ഒരു മല്ലൻ, അവനാണ് ഗോലിയാത്ത്. അയ്യോ, എന്തൊരു ഉയരമാ, എന്തൊരു പവറാ! സൂപ്പർ ഹീറോ പോലെ. അവൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയാതെ ഇസ്രായേൽ ജനം പേടിച്ചോടി. ഒരു ദിവസം ഇശായി യുദ്ധത്തിന് പോയി തൻ്റെ മക്കളുടെ ക്ഷേമം അന്വേഷിച്ച് ദാവീദിനെ പറഞ്ഞയച്ചു. ദാവീദ് അവിടെ എത്തിയതുടനെ ഫെലിസ്ത്യർ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് കേട്ടു. ഇവനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയുന്നതിന് എന്ത് ലഭിക്കുമെന്ന് കേട്ടു. അവൻ ശൗലിൻ്റെ മുൻപിൽ ഇസ്രായേൽ രാജാവിൻ്റെ മുൻപിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു പറഞ്ഞു. അവൻ മല്ലനെ എതിർക്കാൻ പുറപ്പെട്ടു. വാളും പരിചയും വില്ലും ഒന്നുമല്ല കൊണ്ടുപോയത്. പിന്നെ എന്നാണെന്നറിയാമോ? വടിയും സഞ്ചിയും തോട്ടിൽ നിന്നെടുത്ത 5 കല്ലുമായി മല്ലന് നേരെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, യഹോവ വാൾകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വച്ച് ഒറ്റ എറി. കിടക്കുന്ന ഗോലിയാത്ത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദൈവത്തിന് അസാധ്യമൊന്നുമില്ല.